of you. Welcome to Afro Education. So CSER അതിന്റെ കട്ട് ഓഫ് ഇന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ CSER ലൈഫ് സയൻസിന്റെ ഒരു കട്ട് ഓഫ് അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വി ആർ ചെക്കിംഗ്. ഓക്കെ, yes. So first of all, congratulations to all participants, all students who cleared the GRF, NET or PhD only category for this time. Okay, let's move to the video. So here, one of that exam conducted actually December 18th in Ireland, but the result will be available from February 23rd onwards, I think. Yes. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നാണ് നമ്മുടെ റിസൾട്ട് ആക്ച്വലി സെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് മീൻസ് ലൈഫ് സയൻസിന്റെ ഒരു കട്ട് ഓഫ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവാം. സോ ഹിയർ നമുക്ക് കമ്പാരബിളി നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്രാവശ്യം ഒരു മീഡിയം ലെവലിൽ അത്യാവശ്യം നമ്മുടെ CSERന്റെ കേസിൽ ഇതുവരെ വന്നിട്ടുള്ള കട്ട് ഓഫുകളെക്കാളൊക്കെ ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് ആണ് നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് എന്നുള്ളത് അല്ലെ. ദർ ഇസ് 54 ഫോർ അൺറിസർവ്ഡ് കാറ്റഗറി അല്ലെ. 54% ആണ് കേട്ടോ, പെർസെന്റൈൽ അല്ല. ഇപ്പൊ പല സ്റ്റുഡൻസ് അവരുടെ പെർസെന്റൽ മുന്നേ നമുക്കറിയാം ഡിസംബറിൽ അല്ലെ, ഡിസംബർ 24 നമുക്ക് ലൈഫ് സയൻസിന്റെ മീൻസ് കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് ദാറ്റ് ഇസ് ഓൺ പെർസെന്റൈൽ ആയിരുന്നു അല്ലെ. അന്ന് 99.0 സംതിങ് ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 51.5% ഒക്കെ ആയിരുന്നു അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അന്ന് പെർസെന്റൈൽ സ്കോർ ആയിരുന്നു. പക്ഷേ ജൂൺ 2025 മുതൽ ഇവിടെ പെർസെന്റേജിലാണ് നമുക്ക് കട്ട് ഓഫ് തരുന്നത്, അല്ലാതെ പെർസെന്റൈൽ അല്ല. സോ യു വെർ അവെയർ അബൌട്ട് ദാറ്റ് the cutoff are provided by our percentage. Okay, so ഈ ടേമിൽ നമുക്ക് പെർസെന്റേജിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് ആക്ച്വലി 54% ആണ് ആക്ച്വലി കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ഫോർ EWS കാറ്റഗറി ആൻഡ് ഓൾസോ ഫോർ OBC കാറ്റഗറി ഇല്ല, ചെറിയ ചേഞ്ചേ വന്നിട്ടുള്ളൂ. EWS കാറ്റഗറിക്ക് 44.00 ആണ് വന്നിട്ടുള്ളത്. ആൻഡ് ഫോർ OBC കാറ്റഗറി ദാറ്റ് ഇസ് 44.250 ആണ് GRFന്റെ മീൻസ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഇതും ആക്ച്വലി ഹയസ്റ്റ് കട്ട് ഓഫ് തന്നെയാണ്. എബവ് 89, അതായത് ഒരു 90 മാർക്ക് അറൗണ്ട് ആണ് ആക്ച്വലി ഇപ്രാവശ്യത്തെ OBC ആൻഡ് ഓൾസോ EWS കാറ്റഗറിയിൽ GRFന്റെ ഒരു മാർക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ വലിയ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് കാണുന്നത് SC ST കാറ്റഗറിയിലാണ് അല്ല. അതിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കട്ട് ഓഫ് ഹയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് PWDയിൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല, എല്ലാ ടൈമിലും വരുന്ന പോലെ തന്നെ 25% ആണ്, അതായത് അറൌണ്ട് 50 മാർക്കാണ് PWD കാറ്റഗറിയിൽ ആക്ച്വലി വന്നിട്ടുള്ളത്. ആൻഡ് ദർ ഇസ് ഓൾസോ ആൻ വി ഹാവ് ടു ഫൈൻഡ്, നമുക്കറിയാം 48% 48.600% ആണ് ലൈഫ് സയൻസിന്റെ നെറ്റ് ഓർ അസിസ്റ്റന്റ് പ്രൊഫസർ കാറ്റഗറി 2 കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഫോർ EWS കാറ്റഗറി ദാറ്റ് ഇസ് 39.600 and for OBC category that is 39.825. സാധാരണ നമ്മൾ മുന്നേ വന്ന കട്ട് ഓഫുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ we can found that EWS category വളരെ സ്ലൈസ് ചേഞ്ചസ് തന്നെയാണ് മീൻസ് ഈ ജൂണിൽ ഒക്കെ വന്നിട്ടുള്ളത്. when we are focusing here also ചെറിയ ചേഞ്ചസ് നമുക്ക് OBCയിലും EWSയിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം കാണാൻ പറ്റും. ഇപ്രാവശ്യവും CSER ആ ഒരു ലെവൽ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. EWS കാറ്റഗറിയും അതുപോലെ തന്നെ OBC കാറ്റഗറിയും ആ ഒരു ഡിഫറൻസിയേഷൻ ആക്ച്വലി 0.25 ആണ് 250 ആണ് GRFൽ അവർ കീപ്പ് ചെയ്തിട്ടുള്ളത്. ലൈക്ക് ദാറ്റ് 0.2 സംതിങ് 23 സംതിങ് വാല്യൂ ആണ് അവര് ലൈഫ് സയൻസിലെ നെറ്റിന്റെ കാറ്റഗറി 2 അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു EWS OBC കാറ്റഗറി തമ്മിലുള്ള കട്ട് ഓഫ് ഡിഫറൻസ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഓൾസോ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ST കാറ്റഗറിയിലും നമുക്ക് നെറ്റിന്റെ കട്ട് ഓഫ് ഹയസ്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ദാറ്റ് ഇസ് ഫോർ SC കാറ്റഗറി 32.400 ആൻഡ് ഓൾസോ 30.825 ആണ് ആക്ച്വലി ST കാറ്റഗറിക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ ടേമിലെ അഡ്മിഷൻ ടു PhD ഓൺലി അഥവാ നമ്മൾ കാറ്റഗറി 3
Percentage score for percentage for unreserved category എന്ന് പറയുന്നത് 39% ആണ്. For EWS and for OBC category, that is 33%. And for SC, ST, that also for PWD, here is the 25% also. അപ്പോൾ ഇവിടെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ജൂൺ 25-ലെ ഒരു റിസൾട്ടിലെ മീൻസ് അനാലിസിസ് കട്ട് ഓഫിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ 51% ആണ് ആക്ച്വലി JRF വന്നിട്ടുണ്ടായിരുന്നത്. 46% ആയിരുന്നു നെറ്റിൽ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഉണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ 38.25 ആയിരുന്നു മീൻസ് കാറ്റഗറി 3-ലെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതില് സ്ലൈറ്റ് ആയിട്ടുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ചേഞ്ച് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക അല്ലെ. 51-ൽ നിന്നും 54-ലേക്ക് നമുക്ക് 3%ഓളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മള് നെറ്റ് നോക്കിക്കഴിഞ്ഞാലും 46.3 ആയിരുന്നിടത്ത് 48.6 ആണ് അല്ലെ. ഓൾമോസ്റ്റ് 2.3 പോയിന്റ് ഒക്കെ പെർസെന്റേജ് എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം നെറ്റിലും കട്ട് ഓഫ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആക്ച്വലി ആ ഒരു കട്ട് ഓഫ് ഇൻക്രീസിങ് നമുക്ക് എല്ലാ കാറ്റഗറിയിലും ഇവിടെ എന്ത് ചെയ്യും കാണാൻ പറ്റും. ബൾക്ക് ഇൻക്രീസിങ് ഇൻ ദ ജനറൽ കാറ്റഗറി ഐ തിങ്ക് സോ. അപ്പോ വലിയ വലിയ ചേഞ്ചസ് ആണ് മീൻസ് ദാറ്റ് ഇസ് കട്ട് ഓഫ് OBC കട്ട് ഓഫ് നമുക്ക് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം 43.75 ആയിരുന്നു, അത് ഇപ്രാവശ്യം 44.25 ആയി. വലിയൊരു ഇൻക്രീസ് ആണ് OBCയുടെ കേസിലും JRF-ൽ ഉണ്ടായിട്ടുള്ളത്, ഓൾസോ ഇൻ കേസ് ഓഫ് അൺറിസർവ്ഡ് കാറ്റഗറി. അപ്പോ നിങ്ങൾ ഇതില് ഏത് അണ്ടറിലാണ് നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുള്ളത് എന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾ യു വാണ്ട് ടു മെസ്സേജ് ചെയ്യാം, കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഏത് റിസൾട്ട് ആണ് ആക്ച്വലി ക്വാളിഫൈഡ് ആയിട്ടുള്ളത് എന്നുള്ളത്. ഇനി ക്വാളിഫൈഡ് ആവാത്ത ആളുകൾ ഡെഫിനറ്റ്ലി ഇപ്രാവശ്യം ഹയസ്റ്റ് കട്ട് ഓഫ് തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിച്ച ആ ലെവലിലേക്ക് മേ ബി നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. സോ വി വാണ്ട് ടു പുട്ട് ലിറ്റിൽ ബിറ്റ് എഫേർട്ട് ടു അവർ നെക്സ്റ്റ് ജൂൺ എക്സാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ജൂൺ എക്സാം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആസ്പെക്റ്റിലാണ് കാണേണ്ടത്. ബിക്കോസ് 13 യൂണിറ്റ് സിലബസ് ഉള്ള ലാസ്റ്റ് എക്സാം ആണ് ജൂണിലെ എക്സാം എന്ന് പറയുന്നത്. ഫ്രം December 25 ഓൺവേർഡ്സ് മെർജ്ഡ് ആയിട്ടുള്ള CSER BET മെർജ്ഡ് ആയിട്ടുള്ള എക്സാം ആണ്. ഓൾ ഓഫ് ദ പാറ്റേൺ, എക്സാം പാറ്റേൺ ആൻഡ് ഓൾസോ ഹോൾ ഓഫ് ദ മീൻസ് സിലബസ് ഓൾ വിൽ ബി ചേഞ്ചിങ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ഓൾ ലിറ്റിൽ ബിറ്റ് നമുക്കിപ്പോ എല്ലാം ഒരു അറിയാത്തൊരു മായ ആയിട്ടാണ് ഈ ഒരു ഡിസംബർ സൈക്കിൾ ഇരിക്കുന്നത്. സോ വി ആർ എക്സ്പെക്ടിങ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ജൂൺ ടേമിൽ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അടിപൊളിയായിട്ട് ജൂണിലേക്ക് പ്രിപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുക. CPAT-ൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുക. CPAT-ലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മൾ PYQ ക്വസ്റ്റ്യൻസ് തപ്പി പിടിച്ചിട്ട് നമ്മൾ മാക്സിമം PYQ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. ബിക്കോസ് നോട്ട് ഓൺലി സ്റ്റഡീസ്, നമ്മൾ ജസ്റ്റ് പഠിക്കുക കണ്ടന്റ് ഓൺലി ടെക്സ്റ്റ് റീഡിംഗ് ഒന്നും കൊണ്ട് നമുക്ക് CPAT അറ്റൻഡ് ചെയ്യാൻ പറ്റൂല. ഇറ്റ് ഈസ് ഓൺലി attending by concept application method and also by practicing previous year questions. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ആണ് നമുക്ക് അടുത്ത ഇത്രയും ഹയസ്റ്റ് ആയിട്ടുള്ള 110, 109 110 ഒക്കെ പറയുന്ന ഹയസ്റ്റ് കട്ട് ഓഫിലേക്ക് നമുക്ക് എത്താൻ പറ്റണമെങ്കിൽ we want to target a much more huge number of mark. നമ്മുടെ ടാർഗറ്റിന് അത്യാവശ്യം വലുതാവണം. ആ ടാർഗറ്റിന് അനുസരിച്ച് നമ്മൾ മാക്സിമം നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. Then only you can achieve the cutoff. So best of luck for all of you, and all of you please join a reputed അടിപൊളി ആയിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾ സീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐഫർ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. Okay, all of you welcome. Okay, thank you so much and congratulations for all the winners and the best of luck for all others. Thank you so much. Bye.